നമസ്കാരം. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും വാർത്തകൾ അവതരിപ്പിക്കുമ്പോഴുമൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ വികാരാധീനരാകാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രൊഫഷൻ്റെ കൂടി ഭാഗമാണ്. പലതരത്തിലുള്ള ഭീകരമായ, ഞെട്ടിപ്പിക്കുന്ന, അതല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ വായിക്കേണ്ടി വരും, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ വൈകാരികമായി പ്രതികരിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട്. എന്നാൽ ചില വാർത്തകൾ മാധ്യമപ്രവർത്തകരും മനുഷ്യരാണ് എന്ന നിലയിൽ അവരെയും വികാരാധീനരാക്കും. അത്തരത്തിലുള്ള ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ സ്കൈ ന്യൂസിൻ്റെ മുതിർന്ന അവതാരകനാണ് ഇന്ന് ഒരു വാർത്ത വായിക്കുമ്പോൾ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോയത്. ക്രിസ് കെന്നി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്കൈ ന്യൂസിലെ വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകനും അവതാരകനുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ പൊട്ടിക്കരയിച്ച വാർത്ത മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കെഫിർ ബിബാസ് എന്ന 9 മാസം പ്രായമുണ്ടായിരുന്ന കുട്ടിയും അവൻ്റെ 4 വയസ്സുകാരനായ സഹോദരൻ്റെ പേര് ഏരിയൽ, അമ്മ ഷിരി, ഈ 3 പേരും മരിച്ചിരിക്കുന്നുവെന്നും അവരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറാനായി കൊണ്ടുവരുന്നു എന്നുള്ള ആ വാർത്ത വായിക്കുമ്പോഴാണ് ഈ പ്രശസ്തനായ അവതാരകൻ വികാരാധീനായി പോയത്. അദ്ദേഹം ഏതാണ്ട് ഇടറിയ ശബ്ദത്തോടുകൂടി തന്നെയാണ് ആ വാർത്തയുടെ ബാക്കി ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു, എൻ്റെ ജീവിതത്തിലെ ഞാൻ നേരിട്ടിട്ടുള്ള ഏറ്റവും ഭീകരമായ ദിവസങ്ങളിൽ ഒന്നാണ് ഇത് എന്നാണ്. അത്തരത്തിലുള്ളൊരു വാർത്ത എനിക്ക് വായിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രായേൽ ജനത മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങളൊക്കെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ അമ്മയ്ക്ക് വേണ്ടിയും എന്നും പ്രാർത്ഥിച്ചിരുന്നു. കുരുന്നുകളോട് പോലും മനുഷ്യത്വം കാട്ടാത്ത ഹമാസ് തീവ്രവാദികളുടെ കയ്യിൽ ചെന്ന് പെട്ടാൽ ജീവനോടെ തിരിച്ചു വരാൻ കഴിയുമെന്ന് നമുക്ക് ആർക്കും തന്നെ പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അന്ന് തട്ടിക്കൊണ്ടുപോയ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ പിന്നീട് വിട്ടയക്കുകയായിരുന്നു. ഇവിടെ ക്രിസ് കെന്നി വാർത്താ അവതരണത്തിൻ്റെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ 2 കുട്ടികളെ തട്ടിക്കൊണ്ട് പോയ സംഭവത്തെ ഏതെങ്കിലും ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അവരെ പുറത്തു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം വളരെ വികാരത്തോടു കൂടി ചോദിക്കുകയാണ്. അതിൽ കുറച്ച് കാര്യവും ഇല്ലാതില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ 2 കുട്ടികളും കഴിഞ്ഞ 500 ദിവസത്തിലധികമായി ഇവരുടെ തടവിലാണെന്നാണ് സങ്കല്പം. പക്ഷേ 2023 നവംബറിൽ തന്നെ ഈ കുട്ടികൾ കൊല്ലപ്പെട്ടതായി ആദ്യം ഹമാസ് വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും പിന്നീട് ഇപ്പോൾ പുറത്തുവിടുന്നവരുടെ കൂട്ടത്തിൽ ഈ കുട്ടികളുടെ ചിത്രങ്ങളും പേരും ഉണ്ടായിരുന്നു, അവരുടെ അമ്മയുടെ ചിത്രവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാർ കരുതിയിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ മോചിതനായ ഇവരുടെ പിതാവ് കരുതിയിരുന്നത് കുട്ടികളും അമ്മയൊക്കെ തന്നെ ജീവനോടെ ഉണ്ട് എന്നാണ്. ഇവരുടെ മരണം എങ്ങനെയായിരുന്നു സംഭവിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഹമാസ് ഇപ്പോൾ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുകയാണ്. പക്ഷേ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. ഹമാസ് പറയുന്നത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് ഈ കുട്ടികളും അമ്മയും കൊല്ലപ്പെട്ടത് എന്നാണ്. 2021 ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിൽ അന്ന് നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടത്. അതുപോലെ ഈ അമ്മയെയും 2 മക്കളെയും ബലം പ്രയോഗിച്ചവർ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളുമൊക്കെ തന്നെ അന്ന് പുറത്തു വന്നിരുന്നതാണ്. ലോക മനസാക്ഷിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി അന്ന് ഈ കുട്ടികളുടെ ചിത്രവും പുറത്തു വന്നിരുന്നു. ക്രിസ് കെന്നി ചോദിക്കുന്നത്, ഇനി ഇസ്രായേൽ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിൻ്റെ ഉത്തരവാദികൾ ഹമാസ് തന്നെയല്ലേ എന്നാണ്. കാരണം ഇവർ തട്ടിക്കൊണ്ടുപോയി ഇവരുടെ രഹസ്യത്താവളങ്ങളിൽ പാർപ്പിച്ചിരുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷേ ഇസ്രായേൽ ബോംബാക്രമണം ഉണ്ടായത്. എന്നാൽ ഈ ഹമാസിനെ ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു സംഘടന എന്നുള്ള നിലയിൽ അവർ തന്നെ ആയിരിക്കാം ഈ അമ്മയും കുഞ്ഞുങ്ങളെയും എല്ലാം കുരുതി കൊടുത്തത് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. കാരണം യാതൊരു തരത്തിലുള്ള മനുഷ്യത്വമില്ലാത്ത ഒരു സംഘടന തന്നെയാണ് ഹമാസ്. അവർ കൊന്നു തള്ളിയ ആളുകൾക്ക് കൈയും കണക്കുമില്ല. ഈ 2 കൊച്ചു കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മയെയും ആദ്യം തന്നെ ബന്ദികളെ വിട്ടയച്ച കൂട്ടത്തിൽ വേണമെങ്കിൽ അവർക്ക് വിട്ടയക്കാമായിരുന്നു. പക്ഷേ അത് ചെയ്യാതെ ഇത്രയും ക്രൂരമായ രീതിയിൽ അവരോട് എന്തിന് പെരുമാറി എന്നാണ് അവതാരകൻ ചോദിക്കുന്നത്. തട്ടിക്കൊണ്ട് പോകുമ്പോൾ കെഫിർ ബിബാസിൻ്റെ പ്രായം 9 മാസം മാത്രമായിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് 2 വയസ്സ് കഴിഞ്ഞേനെ. അതുപോലെ കെഫിർ ബിബാസിൻ്റെ സഹോദരൻ ഏരിയലിന് അന്ന് 4 വയസ്സായിരുന്നു പ്രായം. ഒപ്പം 30-കാരിയായ ഇവരുടെ അമ്മയും. നാളെ ലോകത്തിന് വലിയ സംഭാവനകൾ ചെയ്യേണ്ടിയിരുന്ന 2 കുരുന്നുകളെയാണ് ഈ ഹമാസ് ഭീകരർ ഇപ്പോൾ കൊന്നു തള്ളിയിരിക്കുന്നത്. ഒപ്പം അവർക്കെന്നും തുണയായി നിൽക്കേണ്ടിയിരുന്ന അവരുടെ അമ്മയെയും. ഏതായാലും ഈ ഒരു വാർത്ത വായിക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും, അത് അവതാരനാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തന്നെ കണ്ണ് നിറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഈ ലോകം എന്നും ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ലോക നേതാക്കൾ ഇടപെട്ടില്ലെങ്കിൽ ലോകത്തെ ജനങ്ങളൊക്കെ ഇവർ മോചിതരായി തിരിച്ചു വരണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. ആ കുഞ്ഞുങ്ങൾ ചിരിക്കുന്ന ചിത്രങ്ങൾ എന്നും നമ്മുടെ മനസ്സിൽ തന്നെ നിറഞ്ഞു നിന്നിരുന്നു. ഒപ്പം അവരുടെ അമ്മ ഈ 2 കുട്ടികളെയും ചേർത്ത് പിടിക്കുന്ന, ഭീകരർ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ദൃശ്യമൊക്കെ തന്നെ ലോകമെമ്പാടും വൈറലായി മാറിയിരുന്നു. ഇത് മാധ്യമ ചരിത്രത്തിലെ ഒരുപക്ഷെ അപൂർവമായ സംഭവങ്ങളിലൊന്നായിരിക്കാം. വളരെ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകന് കരഞ്ഞുകൊണ്ട് വാർത്ത വായിക്കേണ്ടി വന്ന അവസ്ഥ. ഏതായാലും ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് സ്തുതി പാടുന്ന നമ്മുടെ നാട്ടിലെ ആളുകളും ഇതൊന്ന് മനസ്സിലാക്കണം. ലോകത്തിൻ്റെ കണ്ണ് നനയിച്ചുകൊണ്ടാണ് ഇവർ ഈ ക്രൂരകൃത്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത് എന്ന്. ആ കുട്ടികൾ എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ തന്നെ
നല്ല നിറമുള്ള ഒരു ഓർമ്മയായി തങ്ങി നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. ലോകം മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഏതായാലും ഈ ഒരു വാർത്ത വായിക്കുന്ന ഏതൊരു അവതാരകനും അവരുടെ മനസ്സ് വല്ലാതെ വേദനിച്ച് കാണും. പക്ഷേ പലരും കരഞ്ഞില്ല എന്നേ ഉള്ളൂ. ഏതായാലും ഒരു വളരെ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകന് പോലും കരച്ചിൽ വന്ന ഒരു സംഭവമായി ഇത് മാറി എന്ന് പറയുമ്പോൾ ഇത്രത്തോളം അത് വൈകാരികമായി നമ്മെ സ്വാധീനിച്ചു എന്നുള്ളതിൻ്റെ കൂടി ഒരു തെളിവായി മാറുകയാണ്.